ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്യോപ്യയിലെത്തും. 54ാമത് വിജയ് ദിവസിന്റെ ഓർമ്മയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം 70ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. 15 ചിത്രങ്ങളുടെ പ്രദർശനം ഒഴിവാക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. വിജയ് ദിവസിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ധീര ജവാന്മാർക്ക് രാജ്യസഭ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിവിധ ഇൻഷുറൻസ് നിയമങ്ങളുടെ ഭേദഗതി വിഭാവനം ചെയ്യുന്ന സബ്കാ ഭീമ സബ്കി രക്ഷാ ബിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ വെച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കർണാടകയിൽ ആദി ജഗദ്ഗുരു ശിവരാത്രേശ്വര ശിവയോഗി മഹാസ്വാമിജിയുടെ 1066ാമത് ജയന്തി ആഘോഷങ്ങൾ ഇന്ന് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ തമിഴ്നാട് സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാല വാസത്തിനായി തെലങ്കാനയിലെ സെക്കന്ദരാബാദിലുള്ള രാഷ്ട്രപതി നിലയത്തിലെത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം എത്യോപ്യ തലസ്ഥാനമായ അഡിസ് അബാബയിൽ എത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ നൊബേൽ സമ്മാന ജേതാവായ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീ മോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ വിജയത്തിന്റെ ഓർമ്മയിൽ രാജ്യം ഇന്ന് വിജയ് ദിവസ് ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിലാണ് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി വിമോചനം നേടിയത്. പാലക്കാട് ചാഴിയാട്ടിരിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെയാണ് രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്നതും വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്ന് നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ച പഞ്ചായത്ത് പരിധിയിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം 70ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. അതേസമയം പലസ്തീൻ 36, തിംബുക്തു ഉൾപ്പെടെ 15 ചിത്രങ്ങൾക്ക് സെൻസറിംഗ് എക്സംഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രദർശനം ഒഴിവാക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശിച്ചു. ആദ്യം 19 സിനിമകൾക്കാണ് അനുമതി നിഷേധിച്ചിരുന്നത്. പിന്നീട് 4 എണ്ണത്തിന് പ്രദർശനാനുമതി നൽകി. അനുമതിക്കായി മന്ത്രാലയവുമായുള്ള ആശയവിനിമയം തുടരുകയാണെന്ന് ചലച്ചിത്ര അക്കാദമി അറിയിച്ചു. ഏപ്രിൽ 22-ന് പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തായിബ, അനുബന്ധ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവയിൽ ഉൾപ്പെട്ട 7 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് NIA പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കേരളത്തിൽ SIRന്റെ ഭാഗമായി വീടുതോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,07,680 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ശബരിമല പോകാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ആശ്രയിക്കുന്ന തൊടുപുഴ ഈരാറ്റുപേട്ട സംസ്ഥാന പാതയുടെ ദുരവസ്ഥയ്ക്ക് മാറ്റമില്ല. റോഡ് തകർന്ന് 2 വർഷം കഴിഞ്ഞെങ്കിലും പുനരുദ്ധാരണം നടത്താത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. തൊടുപുഴ ഇരാറ്റുപേട്ട സംസ്ഥാന പാതയിലൂടെ നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് കടന്നു പോകുന്നത്. എന്നാൽ 2 വർഷം മുമ്പ് മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് വെട്ടിപ്പൊളിച്ചത് മുതൽ സ്ഥിതി മാറി. നടന്നുപോലും പോകാൻ പറ്റാത്ത വിധം റോഡ് തകർന്നു. റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പ്രതിഷേധങ്ങൾ നടന്നു. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള ശക്തമായ സമരപരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിഹാരമില്ലാത്ത ഈ ദുരിതം കാരണം ദീർഘദൂര വാഹനങ്ങളിൽ പലതും ഈ വഴി ഉപേക്ഷിച്ചു. ഇത് ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഈ മാസം 23-ന് ആറന്മുളയിൽ നിന്ന് സന്നിധാനത്തേക്ക് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 27-ന് മണ്ഡലപൂജ നടക്കും. അടുത്ത മാസം 14-നാണ് മകരവിളക്ക് മഹോത്സവം. പഞ്ചാമൃതം മുതൽ ഇടിച്ചു പിഴിഞ്ഞ പായസം വരെ 4 തരം പായസങ്ങളാണ് ശബരിമലയിൽ അയ്യപ്പസ്വാമിക്ക് നിവേദിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പായസങ്ങളിൽ അരവണയും പഞ്ചാമൃതവുമാണ് ശബരിമലയിൽ ഭക്തർക്ക് വിൽപ്പന നടത്തുന്നതെങ്കിലും അയ്യപ്പസ്വാമിക്ക് നിവേദിക്കാൻ മറ്റു 2 തരം പായസങ്ങൾ കൂടിയുണ്ട്. സന്നിധാനത്ത് പുലർച്ചെ 3-ന് നട തുറക്കുമ്പോൾ അഭിഷേകത്തിന് 8 കൂട്ടുകൾ ചേർന്ന പഞ്ചാമൃതം ഉപയോഗിക്കുമ്പോൾ രാവിലെ 7:30-നുള്ള ഉഷപൂജയ്ക്ക് തേങ്ങാപ്പാൽ ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദിക്കുക. ഉച്ചപൂജയ്ക്ക് അയ്യപ്പസ്വാമിക്ക് നിവേദ്യം അരവണയാണ്. രാത്രി പൂജയ്ക്ക് അയ്യന് എള്ളുപായസമാണ് നിവേദ്യമാകുന്നത്. ഏഷ്യ കപ്പ് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിന്റെ 3ാമത് ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ മലേഷ്യ മത്സരം പുരോഗമിക്കുന്നു. ദുബായിലെ 7 സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ മലേഷ്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 29 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് എന്ന നിലയിലാണ്. കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്ക് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ അംഗീകാരം ലഭിച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഇത് സംബന്ധിച്ച് വിജ്ഞാപനമിറക്കി. ഇതോടെ സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനും തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കും ലാബിന് സാധിക്കും. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. കനത്ത മൂടൽമഞ്ഞ് കാരണം നിരവധി വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വിമാനങ്ങളുടെ വിവരങ്ങൾ സംബന്ധിച്ച് അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെടാൻ അധികൃതർ യാത്രക്കാരോട് നിർദ്ദേശിച്ചു. വിവിധ ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 461 പോയിന്റ് കുറഞ്ഞ് 84,753-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 25,881-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,120 രൂപ കുറഞ്ഞ് 98,160 രൂപയും ഗ്രാമിന് 12,270 രൂപയുമാണ് ഇന്നത്തെ വില. പ്രവാസി കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയുമായി തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ നടക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിൽ പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ, കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാസികളെ സംബന്ധിക്കുന്ന ഏത് വിഷയവും അദാലത്തിൽ ഉന്നയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ബിൽ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്യോപ്യയിലെത്തും. 54ാമത് വിജയ് ദിവസിന്റെ ഓർമ്മയിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ മാസം 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 5ാം ദിനം 70ഓളം ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. 15 ചിത്രങ്ങളുടെ പ്രദർശനം ഒഴിവാക്കാൻ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.